രക്ഷയില്ല, നല്ല അടിപൊളി സാധനം കേട്ടോ. മറ്റുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടില്ല എന്ന് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം എൻ്റെ മക്കൾ ഇപ്പം KFC റീപ്ലേസ് ചെയ്തിട്ട് OFC ആക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള രാജ്യത്ത് പോയി അവരുടെ വിഭവങ്ങൾ കഴിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതെല്ലാം ഒരു കുടക്കീഴിൽ നമ്മുടെ ഈ ഓനിയൻ ഫുഡ് മാളിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പല കൺട്രീസിലെ ഫുഡുകൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി കൊച്ചിയിലുള്ള KFC ചിക്കൻ ഒന്നും അത്ര ജ്യൂസി അല്ല, പക്ഷേ KFC ചിക്കൻ പറയുന്നത് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആണെന്നാണ്. പക്ഷേ ഒനിയൻ ഫുഡ് മാളിലുള്ള ബ്രോസ്റ്റഡ് ഭയങ്കര ജ്യൂസിയാണ്, ടേസ്റ്റിയാണ്. ഒനിയൻ ഫുഡ് മാളിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതായത് എല്ലാം വെറൈറ്റിയാണ്, 100 കണക്കിന് വെറൈറ്റി ഐറ്റംസുകളാണ് ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരുന്ന ഓരോരുത്തരും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ 3-4 ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതായത് ഫ്രൈഡ് ചിക്കനാണ്. ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് നമ്മളെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. നമുക്ക് അറിയാം, സാധാരണ ഈ KFC അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ കഴിച്ചിട്ടുള്ള ആളുകളാണ് ഉള്ളത്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ, ഇതിൻ്റെ ഷെഫുമായിട്ട് സംസാരിച്ചപ്പോൾ, അത് പുള്ളിയുടെ ഓൺ മസാലയാണ്. അതായത് പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളിലെല്ലാം പയറ്റി തെളിഞ്ഞ അവിടെയൊക്കെ മാർക്കറ്റ് നേടിയ ആ ഒരു നമ്മുടെ ഇവിടുത്തെ ഒനിയൻ ഫുഡ് മാളിൻ്റെ മാത്രം OFC ചിക്കനാണ് കേട്ടോ. ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഒരു ഫുൾ ബാസ്ക്കറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് തീർക്കുന്നതാണ് ഞങ്ങളുടെ ടാസ്ക്. ചേർത്തലയിൽ പല ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് ഒരു സ്പെഷ്യലാണ്. എന്നൊക്കെ ഊരിപ്പോലും വേണ്ട, സോഫ്റ്റായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. മസാല ഒരു വെറൈറ്റി ടച്ച് ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ അല്ലല്ലോ. എന്താ സംഭവം? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മസാല പലതും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ചെയ്യുന്നുവോ, ഈ ഫ്രൈഡ് ചിക്കൻ ഏതൊക്കെ റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ പിന്നെ അത് സൗദിയിൽ നിന്ന് വരുത്തിക്കുന്നതാണ് പതിവ്. കാരണം ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് പലതും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി വളരെ കെയർ ചെയ്തിട്ട് കീപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ക്വാളിറ്റി. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് പലതും ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ എനിക്ക് സൗദിയിൽ നിന്ന് ഇത് എത്തിച്ചേരുന്ന ഒരു ടീമിന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെനിക്കത് അവിടെ നിന്ന് അയച്ചു തരും. അതാണ് പതിവ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ മസാലകൾ ഞാൻ ചെയ്യാറില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സൗദിയിൽ അതിൻ്റെ തന്നെ എൻ്റേതായ ഒരു ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് അയച്ചു തരുന്ന ഒരു മസാലക്കൂട്ടുണ്ട്, സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പ്രത്യേകത. അതാണ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ മിഡിൽ ഈസ്റ്റിൽ കുറേ വർക്ക് ചെയ്തിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഞാൻ 24 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ നിന്ന് പിന്നെ ദുബായിൽ പോയി, ദുബായിൽ നിന്ന് സൗദിയിൽ പോയി, മസ്കറ്റ് പോയി, ഇറാനിൽ പോലും ചെയ്തിട്ടുണ്ട്. ഇറാൻ ടെഹ്റാനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. ഈ സാധനം കണ്ട നമ്മുടെ KFCയുടെ കോട്ടിംഗ് ഉണ്ടല്ലോ, അതിനേക്കാൾ അടിപൊളിയാണ് ഈ OFCയുടെ കോട്ടിംഗ്. സൂപ്പർ. എനിക്ക് തോന്നുന്നേ സാധാരണ നമ്മുടെ ഈ ഇതിൽ നിന്നും വ്യത്യസ്ത മയോണൈസിൽ പോലും വല്ലാത്തൊരു. അതെ, അത് പിന്നെ ഈ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ എഗ്ഗ് യൂസ് ചെയ്ത് ഞാൻ ചെയ്യാറില്ല. എഗ്ഗ് ഉപയോഗിക്കാറില്ല. എഗ്ലെസ് ആണ് എൻ്റെ മയോണൈസിൻ്റെ പ്രത്യേകത. അതെ അല്ലേ? എഗ്ഗില്ലാതെ ചെയ്യുന്നതാണ് ഹെൽത്തിയാണ്. പലരും ഈ മയോണൈസ് ഡേഞ്ചറായിട്ട് കാണുന്നു, പക്ഷെ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് എഗ്ലെസ് ആയ മയോണൈസാണ് ഞാൻ ചെയ്യുന്നത്. അതെ അല്ലേ? പിന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ജിഞ്ചർ ബർഗറാണ് കേട്ടോ. ഈ ജിഞ്ചർ ബർഗർ എന്ന് പറയുന്നത് കേട്ടോ, സാധനം കാണുമ്പം തന്നെ ഇല്ലണ്ടാവും, വല്ലാത്തൊരു സാധനമാണ്. ഇത് കാണുമ്പം തന്നെ ഭയങ്കര ലുക്കാണ് കേട്ടോ. നല്ല എനിക്ക് തോന്നുന്നു ഒരു ക്യൂട്ട് ലുക്കാണ് ഈ ഒരു ജിഞ്ചർ ബർഗറിന്. ആ പേര് പോലെ തന്നെ നല്ല ഈ സാധനം
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് കുട്ടികൾക്കായിരിക്കും അല്ലേ? തീർച്ചയായും അതെ. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വലിയവർക്ക് ഇഷ്ടപ്പെടില്ലെന്നല്ല, അവർക്ക് പോലും ആ ഒരു ടേസ്റ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ചീസൊക്കെ ഒത്തിരി അല്ലേ? വളരെ ക്വാളിറ്റി ഉള്ള അമുൽ ചീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത് കണ്ടോ ഈ സാധനം? ഇതാണ് ചിക്കൻ ഫന്റാസിയ എന്ന് പറയും കേട്ടോ. ചിക്കൻ ഫന്റാസിയ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു ടച്ചാണ് ഇതിന് വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ പേര് പോലെ തന്നെ ഒരു ഫന്റാസിയ എന്ന പേരെങ്കിൽ ഇതൊരു ഫന്റാസ്റ്റിക് ഐറ്റം തന്നെ. ഇതിപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മിഡിൽ ഈസ്റ്റിലാണ് ഇത് ഫേമസ്. അറബ്സ് ആണ് ഇതിന്റെ കൂടുതൽ കസ്റ്റമേഴ്സ്. അറബ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. അതിപ്പം ഈ വിദേശ മലയാളികൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ മെനു കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ ഇത് ഇവിടെ അവൈലബിൾ ആണോ? കാരണം ഇത് മിക്ക ആൾക്കാരും ചെയ്യാറില്ല. ഇല്ല, മിക്കതും നമ്മള് പലയിടത്ത് പോയിട്ടും ഇതൊന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ വെറൈറ്റി സാധനമാണ്. മറ്റുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടില്ല എന്ന് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഈ ചിക്കൻ ഫന്റാസിയയുടെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് പറയുന്നത്, സാലഡൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് അത് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ. നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് തന്നെ ഇതിന് പറയാനായിട്ട് സാധിക്കും. ഈ ചിക്കൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സാലഡും ഒപ്പം ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. ഇത് കണ്ട, ഇതാണ് ഇറാനിയൻ ട്വിസ്റ്റർ കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വലിപ്പത്തിൽ ഫുൾ ക്വാണ്ടിറ്റിയാണ് സാധനം. അതായത് എനിക്ക് തോന്നുന്നു ഒരു നേരം ഒരാൾ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് വയറ് നിറച്ച് പോവാം അല്ലേ? ഒരിക്കലും അത് മാത്രമല്ല, വലിയൊരു പ്രൈസും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ക്വാളിറ്റിയിലാണ് നോ കോംപ്രമൈസും. അതെ. ചെറിയ റേറ്റേ വരുന്നു. ഈ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയും ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റുള്ള ഐറ്റംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തീരെ ചീപ്പാണ് കേട്ടോ. പക്ഷേ ക്വാളിറ്റി ആണെങ്കിൽ ഹൈ ബെസ്റ്റുമാണ്. നമുക്ക് മറ്റുള്ള രാജ്യത്ത് പോയി അവരുടെ വിഭവങ്ങൾ കഴിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതെല്ലാം ഒരു കുടക്കീഴിൽ നമ്മുടെ ഈ ഓനിയൻ ഫുഡ് മാളിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പല കൺട്രീസിലെ ഫുഡുകൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കഴിക്കാനായിട്ട് സാധിക്കും. അതേ ടേസ്റ്റോടെ, അതേ മികവോടെ, അതേ നിലവാരത്തോടുകൂടി തന്നെ ഇവിടെ നമുക്ക് കിട്ടും. അത് വലിയ നിസ്സാരമായ റേറ്റിലാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട്. സ്ട്രിപ്സിൽ തന്നെ പല പാക്കേജ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ പല പാക്കേജിലാണുള്ളത്. പിന്നെ ഇറ്റാലിയൻ ഡിഷസ് ഉണ്ട് അല്ലേ? ഇറ്റാലിയൻ ഐറ്റംസ് പല സംഭവങ്ങളുണ്ട്. ഇറ്റാലിയൻ പാസ്ത ഉൾപ്പെടെ പല വെറൈറ്റിയിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബർഗർ തന്നെ പല വെറൈറ്റി ഉണ്ട്. സിഞ്ചർ ബർഗർ ഉൾപ്പെടെ, മൈറ്റി സിംഗർ, പല വെറൈറ്റി പല രാജ്യത്ത്. ഫിഷില്ല, എനിക്കൊന്നും സാധാരണ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സാമ്പിൾ എന്നുള്ള രീതിയിൽ കിട്ടിയത് ഫിഷിൻ്റെ ഒരു ബർഗറായിരുന്നു കേട്ടോ. ഫിഷൊക്കെ എനിക്കൊന്നും ബർഗറിൽ ഫിഷ് വെച്ചൊക്കെ ബർഗർ എനിക്കറിയില്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ അതുപോലും പല വെറൈറ്റിയിൽ നമുക്ക് പല സൂപ്പർ ടേസ്റ്റിൽ ഇവിടെ ഉണ്ട്. ഫിഷിൽ തീർത്ത ബർഗർ വരെ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇറാനിയൻ ട്വിസ്റ്റർ, ഇപ്പം ഇതുൾപ്പെടെ ഇതുപോലുള്ള തന്നെ ചിക്കൻ ടെൻഡർ റാപ്പ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. അതൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ. ആ പേര് കേട്ടാൽ ഞെട്ടണ്ട, ഒരു ഷവർമയുടെ റേറ്റൊക്കെ വരുന്നുള്ളൂ ഇതിനൊക്കെ. അങ്ങനെ പല വെറൈറ്റി സാധനം. റാപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ തുർക്കിഷ് ഉണ്ട്, ഇറാനിയൻ ഉണ്ട്. അങ്ങനെ പല രാജ്യത്തിൻ്റെ പല ടേസ്റ്റ് നമുക്കിവിടെ ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ പൊറോട്ടയിൽ ചുറ്റിയുള്ള ഫ്രാൻസിസ്കോ, അതൊക്കെ ഇവിടുത്തെ ഫേമസ് ഐറ്റത്തിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോ പ്രാവശ്യം വന്നു ഓരോ ടേസ്റ്റും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങളിവിടെ വരണം. ഒരു പ്രാവശ്യം വന്നാൽ തീർച്ചയായും നിങ്ങൾ പിന്നെ ഇവിടുത്തെ ആളാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇനി സലാഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ചിക്കൻ ഹവായൻ സലാഡ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ ഹവായൻ സലാഡ്. അതുകൊണ്ട് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ഫുഡിൽ തന്നെ പല വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണോ, നേരെ പോകുന്നുള്ളൂ ഈ ഫുഡ് മാളിലേക്ക്.
മനസ്സും നിറച്ച് വയറും നിറച്ച് സന്തോഷത്തോടെ നിങ്ങൾ തിരിച്ചു പോവാം, അതും പോക്കറ്റ് കാലിയാകാതെ.